ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോഴേ നമ്മളെല്ലാം കാത്തിരിക്കുന്ന CPO WCPO യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകളുടെ എല്ലാം സിലബസിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോമൺ GK വിഭാഗത്തിലെ ഭാഗമാണല്ലോ കേരള ചരിത്രം. ചരിത്ര വസ്തുതകളുമായി ബന്ധപ്പെട്ട ഒരു PYQ സെഷനാണ് നിങ്ങളതായി ഇപ്പോൾ കാണാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറെ പ്രീവിയസ് ചോദ്യം അല്ലെ, യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് വിവിധ യൂണിഫോം തസ്തികയിലേക്ക് ചോദിച്ച കുറെ പ്രീവിയസ് ചോദ്യങ്ങളാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രം അല്ലെ, നമുക്കറിയാം തിരുവിതാംകൂറിന്റെ ചരിത്രം മുതൽ, അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള കേരളത്തിലെ ഐതിഹാസികമായ സമരങ്ങൾ, സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റങ്ങൾ തുടങ്ങിയ നിരവധി ഭാഗങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉദ്യോഗാർത്ഥികളെ, പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സിലബസിലെ ആദ്യ ചോദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം എന്താണ്? മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻ എ 1740 ഒരേ സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1791 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മണ്ഡപത്തും വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഇതിൽ ഏതൊക്കെ ശരിയെന്നാണ് അല്ലെ. ഇവിടുത്തെ നമുക്കറിയാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വർഷം 1791 തന്നെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 മാവേലിക്കര ഉടമ്പടി നമുക്കറിയാം അല്ലെ, കുളച്ചൽ യുദ്ധത്തെ തുടർന്നൊക്കെ വന്നൊരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ആധിപത്യം പൂർണ്ണമായിട്ട് അവസാനിക്കാനൊക്കെ കാരണമായ ഒരു ഉടമ്പടി കൂടിയാണ്. മാത്രമല്ല തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതും ശരിയാണ്. അപ്പൊ 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരി. മണ്ഡപത്തും വാതുക്കൽ എന്ന സേനാ ആസ്ഥാനമൊന്നും ആയിരുന്നില്ല, താലൂക്കുകളാണ് മണ്ഡപത്തും വാതുക്കൽ. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അതുകൊണ്ട് 1, 2 only 1 and 2 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകര ഇളമുറത്തമ്പുരാൻ എന്ന പേരിൽ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരിയും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. തിരുവിതാംകൂറിൽ ഇരുമ്പും നിണവും നയം, ബ്ലഡ് ആൻഡ് അയൺ പോളിസി നടപ്പിലാക്കിയ ഭരണാധികാരി, 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരി, തൃപ്പടി ദാനം നടത്തിയ ഭരണാധികാരി, തിരുവിതാംകൂറിൽ ആദ്യമായി കണ്ടെഴുത്ത് നടപടികൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? തുടങ്ങിയ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലെ. അപ്പൊ ഇവിടുത്തെ മണ്ഡപത്ത് വാതുക്കലിനെ കുറിച്ചുള്ള വസ്തുത നോക്കുക ഉദ്യോഗാർത്ഥികളെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ചില ടേമുകൾ ചോദിക്കാറുണ്ട്. 1 ബഡ്ജറ്റ് അല്ലെ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ആനുവൽ ബഡ്ജറ്റിനെ അറിയപ്പെട്ട പേരെന്താണ്? പതിവ് കണക്ക്. പതിവ് കണക്ക് ഉണ്ടോ? അതുപോലെ ചെക്ക് പോസ്റ്റുകൾ, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ട പേര് ചൗക്കകൾ എന്നാണ്. ചൗക്കകൾ. അതുപോലെ പോസ്റ്റൽ സമ്പ്രദായത്തിനെ വിളിച്ചതിന് പേര് അഞ്ചൽ അല്ലെ. അഞ്ചൽ നിങ്ങൾ കേട്ടിട്ടില്ല? അഞ്ചലോട്ടക്കാരെന്നെല്ലാം പഴയ പോസ്റ്റ്മാന്റെ പേരാണ് അഞ്ചലോട്ടക്കാർ. പിന്നെയോ താലൂക്ക് ഓഫീസ്, മറന്നുപോയി, ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. താലൂക്ക് ഓഫീസുകളെ വിളിച്ചിരുന്ന പേരെന്താണ്? മണ്ഡപത്തും വാതുക്കൽ. താലൂക്ക് ഓഫീസുകളായിരുന്നു മണ്ഡപത്തും വാതുക്കൽ. തഹസീൽദാർമാരെ കാര്യക്കാർ എന്നും, വില്ലേജ് ഓഫീസുകളെ പകുതികളെന്നും, വില്ലേജ് ഓഫീസർമാരെ പർവത്തിക്കാർ എന്നും, ധനമന്ത്രിമാർ അല്ലെ. തിരുവിതാംകൂറില് നമ്മൾ ഈ പറയപ്പെട്ട അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ധനകാര്യ മന്ത്രിമാരെ വിളിച്ചിരുന്ന മുളകുമടി ശീലക്കാർ എന്നെല്ലാം ഓർത്തിരിക്കണം. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായ ഒരു നേതാവാണ്. 2,
924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ശരി ഉത്തരം. 924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 925 നവംബർ മാസം 25 വരെ തുടർന്ന ഒന്നാണ്. 3. നിയമസഭ 925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. തിരുവിതാംകൂർ നിയമസഭയിൽ 25 ഫെബ്രുവരി 7 വോട്ടെടുപ്പ് നടന്നു. ശരി ഉത്തരമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം 1, 2 and 3. 1, 2 and 3 എന്നത് ശരിയായ ഉത്തരമാണ്. 1, 2 and 3 മറക്കരുത്. ഓക്കെ അല്ലേ? പറഞ്ഞ് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി തന്നെ. ഏതൊക്കെയാണ്? 1, 2 and 3. 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയല്ലേ? അപ്പൊ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇവിടുത്തെ ചോദ്യം. റയർ കുറച്ച് പോയിന്റ് ആണ്. വൈക്കം സമരത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഐത്തോച്ചാടനത്തിന് വേണ്ടി നടത്തപ്പെട്ട സംഘടിത സമരമാണ് വൈക്കം സമരം. ഐത്തോച്ചാടനത്തിന് വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നടന്ന ആദ്യത്തെ ആസൂത്രിത സമരം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 924 മാർച്ച് 30. 24 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മറന്നുപോകരുത്, നമ്മുടെ TK മാധവൻ. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് വൈക്കത്തെത്തി പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത അറസ്റ്റിലായ നേതാവാണ് വൈക്കം വീരൻ, വൈക്കം ഹീറോ, പെരിയോർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ ഓർത്തിരിക്കണം. അതുപോലെ 924 വെള്ളപ്പൊക്ക സമയത്ത് നമുക്കറിയാം, വളരെ വിഖ്യാതമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പോലും നമ്മുടെ വേമ്പനാട് കായലടക്കം കരകവിഞ്ഞൊഴുകിയ സമയത്ത് പോലും തുടർന്ന ഒരു സമരമാണ് വൈക്കം സമരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. 3. നിയമസഭ. ഏത് നിയമസഭയാണ്? ശ്രീമൂലം പ്രജാസഭ, ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവിടെ 925 ഫെബ്രുവരി 27 വോട്ട് ചെയ്തു അല്ലേ? ആകെ വോട്ട് ചെയ്തതിൽ 22 പേർ വൈക്കം പ്രമേയത്തെ അനുകൂലിച്ചും 21 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വൈക്കം പ്രമേയം പാസ്സായത്. N. കുമാരൻ ആണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹ പ്രമേയം തിരുവിതാംകൂർ നിയമസഭയിൽ അവതരിപ്പിച്ചത് N. കുമാരനാണ്. നമുക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം 1, 2 and 3. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് നിങ്ങളൊന്ന് പോകുക. ചോദ്യം: ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഉപ്പ് സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ എ, K. കേളപ്പൻ നയിച്ചു. സ്റ്റേറ്റ്മെന്റ് 1, K. കേളപ്പൻ നയിച്ചു. ശരിയോ തെറ്റോ? കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സമരത്തിന്റെ നായകൻ. അതുകൊണ്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ചോദിച്ചാലും K. കേളപ്പനെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയായി. 2, കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പരം വരെ ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹ ജാഥ. ശരിയോ തെറ്റോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി. കോഴിക്കോട് നിന്ന് കടപ്പുറം എവിടം വരെ? പയ്യന്നൂർ വരെ. ശരി ഉത്തരം. പിന്നെയോ 930 നടന്നു. 1930 ഈ സമരം നടന്നു. ശരി ഉത്തരമാണ്. 30 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 4, വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായിട്ടാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. ശരിയാണ്. 924 വൈക്കം സത്യാഗ്രഹം, അതിന്റെ തുടർച്ചയായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ശരി ഉത്തരം. 5, 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തു. അത് എന്തായാലും ശരിയാണ്, നമുക്കറിയാം. 100ഓളം പേര് പങ്കെടുത്തു. അപ്പോ ഈ 5 പ്രസ്താവനകളും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഏതാ? ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ഇവിടുത്തെ വസ്തുത. മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാം അറിയാം, സിവിൽ ഡിസ്ഒബീഡിയന്റ് മൂവ്മെന്റ്, സിവിൽ ആജ്ഞാ ലംഘന സമരം അല്ലെ? സിവിൽ ആജ്ഞാ ലംഘന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തപ്പെട്ടത്. സിവിൽ ആജ്ഞാ ലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. 930 ഗാന്ധിജിക്ക് സിവിൽ ആജ്ഞാ ലംഘനം എന്ന ആശയം, സിവിൽ ഡിസ്ഒബീഡിയൻസ് എന്ന ആശയം ലഭിച്ചത് ആരിൽ നിന്നും?
ആരുടെ ആശയമാണ് സിവിൽ ഒബീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി ഡേവിഡ് തോറോ എന്ന ആളിന്റെ ഹെൻറി ഡേവിഡ് തോറോയുടെ ആശയമാണ് സിവിൽ ഡിസൊബീഡിയൻസ്. ഈ ആശയത്തിൽ നിന്നാണ് ഗാന്ധിജി സിവിൽ ആജ്ഞാലംഘന സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഗാന്ധിജിയുടെ വിഖ്യാതമായ ദണ്ഡി മാർച്ച് ഓർമ്മയില്ലേ? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ എത്ര പേരോടൊപ്പം 78 അനുയായികളെയും കൊണ്ട് നടന്ന ജാഥയല്ല നിങ്ങൾക്കറിയാം അല്ലെ? ചോദ്യം, ദണ്ഡി മാർച്ചിന്റെ പടയണി ഗാനം എന്നറിയപ്പെടുന്നത് ആർക്ക് പറയാം? മാർച്ചിങ് സോങ് ഓഫ് ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ചിന്റെ പടയണി ഗാനം. ഓപ്ഷൻ എ വരിക വരിക സഹചരെ, ഓപ്ഷൻ ബി വൈഷ്ണവ ജനതോ, ഓപ്ഷൻ സി രഘുപതി രാഘവ രാജാറാം, ഓപ്ഷൻ ഡി സാരേ ജഹാസെ അച്ഛ. ഏതായിരിക്കും ശരിയുത്തരം? ശരിയുത്തരം ഒന്നേ ഉള്ളൂ, എ രഘുപതി രാഘവ് രാജാറാം. ദണ്ഡി മാർച്ചിന്റെ പടയണി ഗാനം രഘുപതി രാഘവ് രാജാറാം. ഉണ്ടോ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ മാർച്ചിന്റെ പടയണി ഗാനം, കേരളത്തിലെ ഉപ്പ് സമരത്തിന്റെ പടയണി ഗാനം എന്ന് ചോദിച്ചാലാണ് വരിക വരിക സഹചരേ. നിങ്ങൾ കേട്ടിട്ടില്ലേ? വരിക വരിക സഹചരേ, വലിയ സഹന സമരമായി എന്നുള്ളത്. ഈ വരികൾ എഴുതിയത് ആരാണ്? വരിക വരിക സഹചരി എന്ന ഗാനം എഴുതിയത് അംസി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര എന്ന ഗാനം എഴുതിയത്. 32 അനുയായികളാണ് ദണ്ഡി ഉപ്പ് സത്യാഗ്രഹ മാർച്ചിൽ കേരളത്തിൽ കെ കേളപ്പനെ അനുഗമിച്ചത്. ഗാന്ധിജിയോടൊപ്പം 78 പേർ, കേളപ്പനൊപ്പം എത്ര പേര്? 32 ഫോളോവേഴ്സ് ആണ് ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറയുന്നു പയ്യന്നൂർ. കണ്ടോ? അതുകൊണ്ട് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് എവിടെ ചോദിച്ചാൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലവും പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. മറന്നു പോരുത്, പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നെല്ലാം അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കെ കേളപ്പനും സംഘവും കൈക്കുമ്പിളിൽ ഉപ്പ് വെള്ളം കോരിയെടുത്ത് വറ്റിച്ച് ഉപ്പ് നിർമ്മിച്ചു. എവിടെയാണ് കേളപ്പൻ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് കുറുക്കി സമരം നടത്തിയത്? പയ്യന്നൂരിനടുത്ത് ഉളിയത്തു കടവ്. മറന്നു പോരുത്, പയ്യന്നൂരിനടുത്ത് ഉളിയത്ത് കടവ്. അപ്പോ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാലും ഉളിയത്തു കടവ് പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം കേരളത്തിൽ എവിടെയാണ്? ഉളിയത്ത് കടവ് പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ജാഥയാണ് നയിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ കേളപ്പൻ നയിച്ചതുപോലെ മറ്റ് പ്രധാന ജാഥകൾ, ഒന്ന് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ് ചോദിച്ചാൽ TR കൃഷ്ണസ്വാമി അയ്യർ. മറന്നു പോകരുത്, TR കൃഷ്ണസ്വാമി അയ്യരാണ്. അതുപോലെ പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് പൊന്നാനിയിൽ നിന്നും പയ്യന്നൂരിലേക്ക് എന്ന് ചോദിച്ചാൽ ഈ മൊയ്തു മൗലവി. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ബേപ്പൂർ ടു പയ്യന്നൂർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് അബ്ദു റഹ്മാൻ സാഹിബ് അല്ലേ? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി PC കുഞ്ഞിരാമൻ അടിയോടി. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ അവസാനം പറഞ്ഞത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി കുഞ്ഞിരാമൻ അടിയോടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റുകൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അതായത് ഉത്തരവാദ ഭരണ സർക്കാരിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ കുറിച്ചാണ് ഈ ചോദ്യം. ഒന്ന്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. ശരിയാണല്ലോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കണ്ടുപിടിച്ചു. 2, കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള സർക്കാർ രൂപീകരിക്കാനുള്ള സമരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ധർമ്മരാജ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ധർമ്മരാജ്യം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പുസ്തകമാണ് ധർമ്മരാജ്യം. 3, അക്കാമച്ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അക്കാമച്ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയും അവിടെ ശരിയാണ്. ഓക്കെ ആണല്ലോ, മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. 4,
തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ആർ സുഗതനാണ് എന്ന പ്രസ്താവന തെറ്റാണ്. എഴുതിയത് പുത്തൻകാവ് മാത്തൻ തരകൻ എന്ന വ്യക്തിയാണ് നമ്മൾ ഈ പറയപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത്. ഇവിടെ ശരി ഉത്തരം 1, 2 and 3 ഉണ്ടോ? 1, 2 and 3 എന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പൊ നമുക്ക് വസ്തുതകളിലേക്ക് ഒന്ന് പോകാം. നമുക്കറിയാം തിരുവിതാംകൂറിലും അല്ലെ കൊച്ചി തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ തിരുവിതാംകൂർ, കൊച്ചി മുതലായ നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം ദിവാൻമാരുടെ ഭരണവും രാജഭരണവും ഒക്കെയാണ്. ഈ സമയത്ത് 935 ശേഷം ഇന്ത്യയിലെ പല പ്രവിശ്യകളിലും ജനകീയ സർക്കാരുകളെല്ലാം രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾ രൂപീകരിക്കുന്നില്ല എന്ന വിഷയത്തിലാണ് ഈ സമരം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിക്കുക. തിരുവിതാംകൂറിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും, കൊച്ചിയിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടനയാണ് എന്ന കാര്യമെല്ലാം തന്നെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ച ഡേറ്റ് 939 ഫെബ്രുവരി 13 കേട്ടോ. കേരളത്തിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചത് 39 ഫെബ്രുവരി 13 ഓർക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് കൊച്ചിയിൽ നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അത് രൂപീകരിച്ചത് 941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 941 ജനുവരി മാസം 26 രൂപീകരിച്ചു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ചുള്ള സ്ഥിരം ചോദ്യമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. ഉത്തരം എസ് നീലകണ്ഠ അയ്യർ. എസ് നീലകണ്ഠ അയ്യരാണ്. ആദ്യ സെക്രട്ടറിയാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആദ്യ സെക്രട്ടറി. മറ്റു നേതാക്കൾ ഇക്കണ്ട വാര്യർ, കെ അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നിവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. ദീനബന്ധു എന്നാണ് പേര്. ദീനബന്ധു എന്ന മുഖപത്രം ഓർത്തിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർക്കണം അല്ലേ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച കൊച്ചി ദിവാനാണ് KFW ഡിക്സൺ. KFW ഡിക്സൺ ആണെന്നൊക്കെ ഓർത്തിരിക്കണം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചത് 945 ജൂലൈ മാസം 29 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എവിടെ? കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ടൊക്കെ ആചരിച്ചു എന്നൊക്കെ ഓർത്തിരിക്കണം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നിലവിൽ വന്നത് 947 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ ഉത്തരവാദ ഭരണം ഉത്തരവാദ ഭരണം നിലവിൽ വന്നു. അപ്പോ ഇവിടെ ചോദ്യമുണ്ട്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനാൽ പിരിച്ചുവിട്ട ആദ്യ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കണ്ടോ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനാൽ കേരളത്തിൽ പിരിച്ചുവിട്ട ഏക സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം അല്ലെ. ഇത്രയും ആണ് അതുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യമായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. ചോദ്യം ഇതാണ്: വൈകുണ്ഠസ്വാമികളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 2, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. 3, അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. 4, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 4 സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. ഇവിടെ പറയാമോ ശരി ഉത്തരം ഏതൊക്കെയാണ്? 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ. തെറ്റല്ലേ? 1900 അല്ല, തിരുവിതാംകൂറിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ജനിച്ചത് 1809 മാർച്ച് 12 ജനിച്ചത്. 1809 ശരി. അതുകൊണ്ട് 1 തെറ്റ്. പിന്നെയോ അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. അയ്യാവഴി ശരിയാണ്, നമുക്കറിയാം. അയ്യാവഴി 2 ശരി. 3, അരുൾ നൂൽ അഖിലത്തിരുട്ട് അമ്മാനെ എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ശരി. 4,
കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഉണ്ടോ? കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നുള്ളത് നമുക്കറിയാം, അതും ശരി ഉത്തരമാണ്. അപ്പോ 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വൈകുണ്ഠസ്വാമികളെ കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്കറിയാം. കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ, കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി, കേരള നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം, അല്ലെ, ഉന്നമൻ, കേരള നവോത്ഥാനത്തിന്റെ മുൻഗാമി, സമ്പൂർണ്ണ ദേവൻ എന്നെല്ലാം അറിയപ്പെട്ട വ്യക്തിയാണ്. ആരെന്നറിയപ്പെടുന്നത്? വൈകുണ്ഠസ്വാമികൾ. നമുക്കറിയാം വൈകുണ്ഠസ്വാമികളുടെ ജന്മം 1809 മാർച്ച് 12 കന്യാകുമാരിക്കടുത്ത് ശാസ്താംകോയിൽ നട അല്ലെങ്കിൽ സ്വാമിത്തോപ്പിലാണ്. പുതിയ പേരാണ് സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പിലാണ് ജനനം. പൊന്നുമാടൻ വെയിലാളമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചതെന്നൊക്കെ നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നാണ്. എന്നാൽ പിന്നീട് സവർണ വിഭാഗത്തിന് എതിർപ്പിനെ തുടർന്ന് എന്താക്കി മാറ്റി? മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി എന്നെല്ലാം നമുക്കറിയുകയും ചെയ്യാം. മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരേ ഒരു നവോത്ഥാന നായകനേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് വൈകുണ്ഠസ്വാമികൾ. മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആരെന്നറിയപ്പെടുന്നത്. മറന്നു പോകരുത്, വൈകുണ്ഠസ്വാമികൾ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സമത്വ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇതും ഒരു പ്രീവിയസ് ചോദ്യം. സമത്വ സമാജം ആരാണ്? ഇപ്പോ നമ്മൾ കേട്ട ആള് തന്നെ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന, ദ വെരി ഫസ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ കേരള എന്നറിയപ്പെടുന്നതാണ് സമത്വ സമാജം. ആരംഭിച്ചത് 1836, 1836. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836, അല്ലേ? അപ്പൊ ഇവിടുത്തെ നോക്കുക, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, വാക്പ്രാനന്ദൻ, അയ്യങ്കാളി. അപ്പൊ ഉത്തരം അറിയാമല്ലോ, വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, അല്ലേ? തുവയൽ പന്തി കൂട്ടായ്മ ചോദിക്കാം. തുവയൽ പന്തി കൂട്ടായ്മ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വയോജന വിദ്യാഭ്യാസ നിസാ പാഠശാലകൾ ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നായകൻ, നേതാവ് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യമായി മുന്നോട്ട് വെച്ച നേതാവ് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ഉഴിയം വേല, വിരുത് തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തലാക്കിയാൽ പരിശ്രമിച്ച പോരാളി, സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം, വൈറ്റ് ഡെവിൾസ് റൂൾ എന്ന് വിളിച്ചത് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരി ഡെവിൾസ് എന്ന് വിളിച്ചത് ആരാണ് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമി. ഇതെല്ലാം ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. മറന്നു പോകരുത്. വേല ചെയ്താൽ കൂലി കിട്ടണം, അതുപോലെ ജാതിയൊന്ന്, മതമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന്, കുലം ഒന്ന്, മനുഷ്യന്. 5 ഒന്നുകൾ. ജാതിയൊന്ന്, മതമൊന്ന്, കുലം ഒന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന്, മനുഷ്യൻ. ആദ്യമായി പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വച്ച് അദ്ദേഹം രൂപീകരിച്ച പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നറിയപ്പെടുന്നത് സമത്വ സമാജം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ നോക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തെ നയിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി എ കെ ഗോപാലൻ, ഓപ്ഷൻ സി മന്നത്ത് ബ്രഹ്മനാഭൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ശരി ഉത്തരം ഏതായിരിക്കും? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. വൈക്കം സത്യാഗ്രഹ നായകൻ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ചീഫ് ലീഡർ, വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നിങ്ങനെ എന്ത് ചോദിച്ചാലും ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ടി കെ മാധവൻ എന്നാണ് ശരി ഉത്തരം. ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനമാണ് കാക്കിനട INC സമ്മേളനം 923. കാക്കിനട സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ചോദിച്ചാൽ ടി കെ മാധവൻ. മറന്നുപോലെ ടി കെ മാധവനാണ്. ഉണ്ടോ? അപ്പോ വൈക്കം സത്യാഗ്രഹ നായകൻ ചോദിച്ചാൽ ടി കെ മാധവൻ. എന്നാൽ ടി കെ മാധവൻ, കെ കേളപ്പൻ, KP കേശവ മേനോൻ എന്നീ നേതാക്കളെല്ലാം അറസ്റ്റിലായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കത്തെത്തി പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ് ചോദിച്ചാൽ അത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരൻ, വൈക്കം ഹീറോ,
പെരിയോർ എന്നൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ എന്ന് ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് പറഞ്ഞേ 1924 എന്നാണ്. മാർച്ച് മാസം 30 കണ്ടോ, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സമരം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സമരം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റാണി സേതുലക്ഷ്മിഭായി ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. വൈക്കം സമരം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? റാണി സേതുലക്ഷ്മിഭായി എന്ന് നമ്മൾ അവിടെ ഓർത്ത്. അപ്പൊ വൈക്കം സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ചോദ്യവും വൈക്കം സമരവുമായി തന്നെ ബന്ധപ്പെട്ടാണ്. എന്താണ് ചോദ്യം? EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഏതായിരിക്കും? വൈക്കം, ഗുരുവായൂര്, അമരാവതി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സമരം അല്ലേ? EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത് പെരിയോർ, വൈക്കം വീരൻ, വൈക്കം ഹീറോ. ഇനി ചോദ്യം ചോദിക്കട്ടെ, EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രധാനപ്പെട്ട സാമൂഹ്യ സംഘടന ഏതാണ്? പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടന EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അതിന്റെ പേരാണ്, ആർക്ക് പറയാം? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം. ഉണ്ടോ? 1925 ആരംഭിച്ച സംഘടനയാണ് എന്നറിയപ്പെടുന്നത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. പുരട്സി, വിടുതലൈ, കുടിയരസ് എന്നീ മാസികകളൊക്കെ ആരംഭിച്ച നേതാവാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. യുനെസ്കോ അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യയിലെ ഏക നവോത്ഥാന നായകനൊക്കെയാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ CPO, WCPO അടക്കമുള്ള യൂണിഫോം തസ്തികയിലേക്കുള്ള പ്രധാനപ്പെട്ട തസ്തിക അടിസ്ഥാനമാക്കിയുള്ള ഒരു PYQ സെഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ്സുകൾ പരമാവധി കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീണ്ടും കാണാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.